ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധി അവിടുത്തെ സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആട് കിടന്നെടുത്ത് കൂടെ പോലില്ലെന്ന് പറഞ്ഞതുപോലെ വന്ന ആളെ കാണാൻ പോലുമില്ല. അതിലെല്ലാം പരക്കം പാഞ്ഞ് നടന്നു സുധി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അയാൾ ഇതുവഴി പോകണുണ്ട് സാറേ എന്ന് പറഞ്ഞു. നോക്കിയിട്ട് കാണുന്നുണ്ടോ? ഇല്ല. പെട്ടെന്ന് തന്നെ പോയി CCTV ക്യാമറയുടെ അതിൽ നോക്കിയപ്പോൾ അയാൾ മിന്നായം പോലെ പോകുന്നതേ കണ്ടുള്ളൂ, വന്നത് മാത്രം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആദ്യം ഒരു ലെറ്റർ അവൻ കൊണ്ട് തന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴവൻ അടുത്തതും കൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുക. ഇതിലിപ്പോൾ എന്താണാവോ എഴുതിയിരിക്കുന്നത് എൻ്റെ ദൈവമേന്ന് പറഞ്ഞുകൊണ്ട് സുധി അതെടുത്ത് തുറന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ, ചങ്കിടിപ്പെന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരവസ്ഥ. എന്നിട്ട് അതെടുത്ത് തുറന്ന് നോക്കിയിട്ട് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെന്നും പറഞ്ഞായിരുന്നു അതിൻ്റെ ഹെഡിങ്. അയ്യോ ഇന്ന് നിൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്നും പിന്നെ നിൻ്റെ സഹോദരൻ കൊലയാളിയാകുമെന്നും അങ്ങനെയൊക്കെ കുറേ പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ആയിരിക്കും ഇനി അവൻ കൊല്ലാൻ പോകുന്നത്. എൻ്റെ ഈശ്വര, അയ്യോ നീ മൂന്നാമത്തെ നീ ആത്മഹത്യ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുള്ള എഴുത്ത്. അപ്പം എൻ്റെ ഈശ്വരന്മാരെ എന്നോട് എന്തിനാ ഈ ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും. എന്തായാലും ശ്രീകാന്ത് ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആരായിരിക്കും കൊലയാളിയാവാൻ പോകുന്നത്? സച്ചി ആയിരിക്കുമോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിലെല്ലാം ഓടി നടക്കോട്ടെ, വന്നവൻ ഇതുവഴി പോയി, അവൻ ഏതാ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഇതുവഴിയിലായിരിക്കും അവൻ പോയിരിക്കുന്നത്, ഈ വഴി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓടി ഇറങ്ങി പോവുക. എന്നിട്ട് കടകളും റോട്ടിലൂടെ എല്ലാം ഓടി നടക്കുക കേട്ടോ. എന്നിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ആ കുറച്ച് ദൂരം അങ്ങ് ഓടിയപ്പോൾ ഈ ലെറ്ററുമായിട്ട് വന്നവനെ നമ്മുടെ സുധി കണ്ടു. അവനെ കൈയോടെ പിടിച്ചു. എടാ നിന്നെ ഞാനൊന്നും പറഞ്ഞൊന്ന് കോളറെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൈ വിട് സാറേ എന്ന് പറഞ്ഞു. ശരി പിടിക്കുന്നില്ല, നിനക്ക് ആരായി ലെറ്റർ തന്നത് അത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനല്ലേ തനിക്ക് ലെറ്റർ തന്നത്? അതെനിക്കറിയാം, ലെറ്റർ തന്നത് നീയാ. ഇത് എഴുതി എനിക്ക് തരാനായിട്ട് നിൻ്റെ കയ്യിൽ തന്നുവിട്ടത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നുവിട്ടത് ആരാണെന്നൊക്കെ ഞാൻ പറയാം. ആരാ പറ. ആദ്യം ഞാൻ കുടിച്ച് ഈ ചായയുടെ കാശ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കടക്കാരെല്ലാം നോക്കി നിൽക്കുക. അപ്പോൾ നീ കുടിച്ച ചായയുടെ കാശ് ഞാൻ എന്തിനാ കൊടുക്കണമെന്ന് സുധി ചോദിക്കുമ്പോൾ ഈ കത്താര തന്നുവിട്ടതെന്ന് ഞാൻ പറയണമെന്ന് ചോദിച്ചു. എനിക്ക് അറിയണം, അത് പറയണമെങ്കിൽ കാശ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സുധിയെ കൊണ്ട് അവൻ കാശും കൊടുപ്പിച്ചു. അപ്പോൾ ചായയുടെ കാശ് എത്ര? ഇപ്പോൾ 80 രൂപയാന്ന് പറഞ്ഞു. 80 രൂപയോ? ചായ മാത്രമല്ല, ബോണ്ടയും വടയും പഴംപൊരിയും പിന്നെ സിഗരറ്റും വാങ്ങിച്ചിട്ടുണ്ടെന്ന് കടക്കാരൻ പറഞ്ഞു. എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞ് സുധി ആ പൈസ കൊടുത്തു. സുധി ആ പൈസ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കാണാനില്ല. അയാളായതോ വഴി പോയി. പിന്നെ അയ്യോ അയാൾ എവിടെ പോയി? അയ്യോ നമ്മളോട് സുധി ഇങ്ങനെ നടക്കുക. അതെ, എൻ്റെ കൂടെ ഇവിടെ നിന്ന് ചായ കുടിച്ച പൊക്ക അണ്ണ കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല എന്ന് ഇവർ പറഞ്ഞപ്പം ചോദിച്ചിട്ട് കാര്യമില്ല, ഇനി അവൻ്റെ പൊടി പോലും കാണത്തില്ല എന്ന് കടക്കാരൻ പറഞ്ഞു. അതെന്താ? ഇനി അവൻ്റെ പൊടി പോലും കാണത്തില്ലാന്ന്. അതെന്താന്ന് സുധി എന്തായാലും ചോദിക്കാം. നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരാണോ ചോദിക്കും. അയ്യോ അല്ല, ഞാനെന്ന് അവനെ ആദ്യമായിട്ട് കാണുകയെന്ന് പറയുമ്പം അവനൊരു കള്ളനാണെന്ന് പറഞ്ഞു. കൂടുതൽ സമയവും അവൻ ജയിലിലാണെന്നും ആ ചേട്ടൻ പറയാം കേട്ടോ. 2 ദിവസം മുന്നേ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്നും പറഞ്ഞു. നമ്മൾ സുധി നിൽക്കുക. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അവൻ എൻ്റെ ഷോറൂമിൽ വന്നേ എനിക്കൊരു ലെറ്റർ തന്നിട്ട് അങ്ങ് പോയതാണെന്ന് പറഞ്ഞു. വേറെ ആരോ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട ലെറ്ററാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ ലെറ്റർ തന്നവനെ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് കടക്കാരൻ ചേട്ടൻ സുധിയോട് പറഞ്ഞു കൊടുക്കുക. അത് കേട്ട് സുധി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. ദൈവമേ എൻ്റെ 80 രൂപയും പോയി, ഇത് എന്നതാ ഇത് സംഭവം എന്നൊക്കെയുള്ള ഒരു ആദ്യം തീയുമായിട്ട് നമ്മുടെ സുധി ഇങ്ങനെ അതും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നേരം കുറേയായി. അപ്പോൾ ഇവൻ താമസിച്ച് ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും ദേവുവിന് ദേഷ്യം വന്നു. ദേവ് ഓടിച്ചതിൻ്റെ സമയം ഇത് എത്രയാടാ എന്ന് ചോദിക്കാം. നീ ഈ സമയം വരെ എവിടെ പോയതായിരുന്നടാ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടാ എന്നൊക്കെ ചോദിച്ചു. അപ്പം നേരത്തെ വീട്ടിൽ എത്തണമെന്ന് എത്ര തവണ പറഞ്ഞതാടാന്ന് ചോദിക്കും. നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്തതെന്നൊക്കെ ചോദിച്ചാൽ അമ്മ ദേഷ്യപ്പെട്ടു. ഒന്ന് മിണ്ടാതിരിക്കുമോ, സമയം നോക്കി പോകാനും വരാനും, ഇതെന്താ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസാണോ എന്ന് ചോദിച്ചു. എടാ തർക്കുത്തരം പറയരുത് കേട്ടോ എന്ന് അമ്മ മോനോട് പറയുവാണ്. അപ്പോൾ എടാ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ദേവു ശരത്തിനോട് ചോദിക്കുക. അമ്മേ ഇവൻ കുടിച്ചിട്ടുണ്ട്, ഇവനെ മദ്യം മണക്കുന്നുണ്ടെന്ന് ദേവു ഇങ്ങനെ പറയുന്നു. സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ. നീ ഇതെന്ത് ഭാവിച്ചാടാ, ഇതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുമ്പം ഒരു കമ്പനിക്ക് കുറച്ച് കഴിച്ചു, അതത്ര വലിയ കുറ്റമൊന്നുമല്ല ഇന്നത്തെ കാലത്ത് എന്ന് ശരത്ത് പറയുമ്പോൾ കുറ്റമല്ലേടാ എന്ന് ചോദിച്ച് എപ്പോൾ മുതലാണ് നീ ശീലം തുടങ്ങിയെന്ന് ചോദിച്ച് സ്വയം നശിക്കാൻ നീ തീരുമാനിച്ചല്ലേടാ എന്നൊക്കെ ചോദിച്ചു ഷർട്ടിൻ്റെ കോളറിന് കയറി പിടിച്ചു അമ്മ. ഇത്തിരിയെങ്കിലും സ്നേഹം നിനക്ക് ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നോടാ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നിന്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് ദേവുവും പറഞ്ഞു. എന്താണ് നിന്റെ മനസ്സിൽ, നീ എന്താ കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ ദേവു ഇങ്ങനെ ശരത്തിനോട് ചോദിക്കുക. എൻ്റെ മോൻ വളരുകയാണല്ലോ, അപ്പം നാളെ ഞങ്ങൾക്കും നല്ലൊരു ദിവസം ഉണ്ടാകും, ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്രയും കാലം ഞങ്ങൾ പിടിച്ചു നിന്നത് എന്ന് അമ്മ പറയുന്നു. ഒക്കെ വെറുതെ ആണെന്ന് മനസ്സിലായെന്നും പറഞ്ഞ് അമ്മ കരയുന്ന. കൊതിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ വെറുതെ ആയി എന്നൊക്കെ പറയുമ്പം ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ എപ്പോഴും ഉണ്ടായതെന്ന് ചോദിച്ചു ശരത്ത്.
എന്താ ഉണ്ടായെന്നോ? നീ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്ന് ദേവു ശരത്തിനോട് ചോദിക്കുക. പാർട്ടി ജോലി എന്നൊക്കെ പറഞ്ഞ് ആൻ്റണിക്കൊപ്പം കറങ്ങി നടന്ന ഇത് തന്നെയല്ലേ നിന്റെ പരിപാടി? എന്തിനാടാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്നൊക്കെ ദേവു ഇങ്ങനെ ശരത്തിനോട് ചോദിച്ചു. അപ്പോഴേക്കും അവൻ കലി കയറി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മയും ദേവും കൂടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക. അങ്ങനെ അവൻ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. അങ്ങനെ അവൻ ഇറങ്ങിപ്പോയപ്പോൾ ദേവു ബാഗ് എടുത്ത് നോക്കി. ബാഗിൽ നിന്ന് സിഗരറ്റ് കണ്ടു. ഇത് കണ്ടോ അമ്മ? അവൻ്റെ ബാഗിൽ നിന്ന് സിഗരറ്റിൻ്റെ കവർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല അമ്മ, തുടങ്ങിയിട്ട് ഒത്തിരി നാളായതാണെന്ന് ഇങ്ങനെ പറയുക ദേവു. അമ്മ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അമ്മ ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവു ഇങ്ങനെ പറയാം. ചേച്ചി അവനോട് സംസാരിക്കട്ടെ, വിളിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേവു നിർബന്ധിച്ച് രേവതിയെ വിളിച്ചു. രേവതിയെ വിളിച്ചിട്ട് വിവരങ്ങളെല്ലാം പറയാം. ഇപ്പം എന്താ അമ്മ, അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം അമ്മ വിഷമിക്കാതിരിക്കും, ഞാൻ അങ്ങ് വരാമെന്ന് പറഞ്ഞു. അവൻ ഇപ്പോഴും ആൻ്റണിയുടെ കൂടെ കറങ്ങി നടക്കുക മോളെ. അവനോടൊന്നും പറഞ്ഞ് അനുസരിക്കുന്നില്ല. എപ്പോഴും രാത്രി വൈകിയൊക്കെയാണ് വീട്ടിൽ വരിക. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ സിഗരറ്റ് വലിയ മദ്യപാനം ഒക്കെ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പം ഇവനിത് എന്ത് ഭാവിച്ച എൻ്റെ അമ്മേ? എനിക്കിതൊന്നും കേട്ടിട്ട് കാശിന് വേണ്ടി ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്യുന്നത് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഇതുപോലുള്ള ശീലങ്ങളിൽ വന്ന് വീഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അമ്മ രേവതിയോട് കരയുക. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുക മോളെ എന്നൊക്കെ പറഞ്ഞാണ് അമ്മയുടെ കരച്ചിൽ. മോളെ നീ രാവിലെ വന്ന് അവനോടൊന്ന് സംസാരിക്കുക മോളെ. ആ ആൻ്റണി അവനെ ഇങ്ങനെ ആക്കുന്നത്. ശരത്തിനോട് സംസാരിക്കുന്നത് മുന്നേ ആൻ്റണിയോടാണ് സംസാരിക്കേണ്ടതെന്നും വേണ്ട രീതിയിൽ അവന് 2 എണ്ണം കൊടുത്ത് അവൻ നിർത്തിക്കോളൂവെന്നും രേവതി പറയുക. നാളെ രാവിലെ ഞാൻ ചെന്ന് അവനെ കാണുന്നുണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് വരാം അമ്മയെന്ന് പറഞ്ഞു. മോള് അവൻ്റെ അടുത്തൊന്നും പോവണ്ട, അവൻ ആളത്ര ശരിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? അവനോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ അമ്മേ. അവൻ നമ്മുടെ ശരത്തിൻ്റെ ഭാവി ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ. ഇനി അവൻ ശരത്തിനെ കാണില്ല, അമ്മ നോക്കിക്കോ, വേണ്ടുന്നതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നാളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ദേവു ഓടിയോന്ന് അമ്മയുടെ അമ്മ ചേച്ചി എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു. അവൾ നാളെ ആൻ്റണിയെ ചെന്ന് കാണുമെന്ന്. ഇവനിതെന്ത് ഭാവിച്ചാണ് അന്ന് സച്ചി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതിൻ്റെ പകയുണ്ട് അവനെന്ന കാര്യമൊക്കെ പറയുവാണ് നമ്മുടെ അമ്മ ദേവുവിനോട്. ഒരിക്കൽ വണ്ടി ഇടിച്ച് അവളെ അവൻ കൊല്ലാൻ നോക്കിയതല്ലേ, മുന്നിൽ കിട്ടിയ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട. രേവതി ചേച്ചി സച്ചേട്ടൻ്റെ പെണ്ണാ. ചേച്ചിയെ ആൻ്റണി എന്തായാലും തൊടില്ല. തൊട്ടാ സച്ചേട്ടൻ അവൻ്റെ കഥ കഴിക്കും. അതവന് നന്നായിട്ട് അറിയാമെന്നൊക്കെ ദേവു ഇങ്ങനെ അമ്മയോട് പറയുക കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി സങ്കടത്തോടെ കരയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. അപ്പോൾ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. രേവതിയെ കണ്ടപ്പോഴത്തേക്കും രേവതി എന്ന് പറഞ്ഞ സച്ചി അങ്ങ് ചെന്നു. മുഖത്തൊരു സങ്കടഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയാവോ? ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് മിന്നി മറയാണല്ലോ മുഖത്ത്. അമ്മയെങ്ങാനും വാളെടുത്തോ? അപ്പോൾ അത് നിങ്ങളുടെ അമ്മ വാള് താഴെ വെച്ചില്ലല്ലോ, അതെപ്പോഴും കൈ തന്നെ വെച്ചിരിക്കുകയല്ലേ എൻ്റെ നേരെ വീശാൻ എന്ന് രേവതി പറയുമ്പോൾ എൻ്റെ പൊന്നു രേവതി, അമ്മ വാളെടുത്ത് വീശുമ്പം നീ ഒരു വാളെടുത്തങ്ങ് തിരിച്ചു വീശണം. അമ്മ പേടിച്ച് ഓടിക്കോളും. നീ ഇങ്ങനെ ഒരു പരിചയ പോലും എടുക്കാതെ സൈലൻ്റായിട്ട് നിൽക്കുന്നതാ പ്രശ്നമെന്ന് പറയുമ്പം ഇപ്പം പ്രശ്നം നിങ്ങളുടെ അമ്മയല്ല എൻ്റെ അനിയനാണെന്ന് രേവതി പറയണു. അപ്പോൾ അവൻ മോശം ശീലങ്ങളൊക്കെ തുടങ്ങി. അമ്മ ഇപ്പം എന്നെ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്തതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഭയങ്കര ചിരി. അയ്യോ എന്നും പറഞ്ഞു. അപ്പോൾ ചിരിക്കുന്നു നിങ്ങൾ? അപ്പോൾ പിന്നെ ഞാൻ ചിരിക്കാതെ എന്താ ചെയ്യണ്ടേ? ഞാൻ പോയി അവൻ്റെ കൈ ഒടിക്കുകയാണോ വേണ്ടതെന്ന് സച്ചി ചോദിക്കാം. ഒരിക്കൽ ഞാൻ കൈ അടിച്ചപ്പോൾ നീയും നിൻ്റെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കയറിഞ്ഞ് തുള്ളിയായിരുന്നല്ലോ, അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് സച്ചി രേവതിയോട് പറയാട്ടോ. മദ്യക്കുപ്പിയും സിഗരറ്റും ഒക്കെ ആയിട്ട് നിൻ്റെ അനിയനെ ഞാൻ കണ്ടായിരുന്നു, കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തായിരുന്നു. അനിയൻ അതിന് ധാരാളം എന്നെ പുച്ഛിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പം വീടിയും സിഗരറ്റും, നാളെ നല്ല വീര്യമുള്ള മദ്യവും കഞ്ചാവൊക്കെ ആയിരിക്കും അവൻ വഹിക്കാൻ പോകുന്നത്. പിന്നീട് രാസലഹരിയിലേക്ക് അവൻ പൊക്കോളും. പിന്നെ പുറകെ വരിവരിയായിട്ട് എന്തൊക്കെയോ വരാനുണ്ടെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുക. ആൻ്റണിയുടെ ആ ഒരു സഹവാസമാണല്ലോ ഇതെല്ലാം. ഇതിനപ്പുറവും ചാടി കിടക്കും നിൻ്റെ അനിയൻ. പിന്നെ അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമൊക്കെ ഉണ്ട്. ആരോട് പറയാനാ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയണം. ലേറ്റായി, നീ പോയി ഭക്ഷണം എടുത്ത് വയ്ക്കുക, ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. രേവതിക്ക് ഭയങ്കര ദേഷ്യം. രേവതി രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാട്ടോ. ശ്രുതിയാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴേക്കും ശ്രുതിയെ നോക്കി ശ്രുതി പോത്തുപോലെ കിടന്നുറങ്ങുക. എൻ്റെ പൊന്നോ ഇതൊക്കെ എങ്ങനെ പറ്റുന്നാവോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന് ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞ കാര്യവും ആ ലെറ്ററും എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ആകെ സമനില തെറ്റി ഇങ്ങനെ ഇരിക്കും. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു, എൻ്റെ ഈശ്വരന്മാരെ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന, ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവങ്ങളെ വിളിക്കുന്നു. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ, പറയാതെ ഒരു രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് ഇവളോട് എങ്ങനെ പറയും? ഇനിയിപ്പോൾ ഇവളെ എങ്ങനെ
ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ അവരുടെ വഴക്കും കൂടി ഞാൻ കേൾക്കണം. അത് വേണ്ടാന്ന് പറഞ്ഞ് ഇതും എടുത്ത് ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുക. അപ്പം അമ്മ നല്ല ഉറക്കത്തിലാണ് സുധിയുടെ കോള് വരുന്നത്. കോൾ എടുത്തു, ഹലോ അമ്മേ, എന്താടാ നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ, എന്തിനാ വിളിക്കുന്നേ എന്ന് അമ്മ ചോദിക്കുമ്പം അതുപോലെ അമ്മേ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉഫ് എൻ്റെ ദൈവമേ, നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, എപ്പോഴാണ് സമയം കിട്ടിയതെന്ന് അമ്മ മോനോട് ചോദിക്കണം. എനിക്ക് ഉറങ്ങണം, നീ രാവിലെ എങ്ങാനും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മേ, ഉറക്കം വരുന്നില്ല അമ്മേ, ഇതിപ്പോൾ അമ്മയോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ മിങ്ങി പൊട്ടി മരിച്ചു പോകും അമ്മേ. അമ്മ ഒന്ന് പുറത്തേക്ക് വന്നേ അമ്മേ, ഞാനൊന്ന് പറയട്ടെ അമ്മേ, ഞാനിവിടെ തന്നെ ഉണ്ടമ്മേ, ഒന്ന് വാ അമ്മേ. എന്തൊരു കഷ്ടം ഇത്, ഞാൻ വരാം വേഗം വാമേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ലെറ്ററും കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരക്കം പാച്ചില്ല. അപ്പോൾ എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര വന്നു. അമ്മ ഇങ്ങ് വന്നേ അമ്മേ, അമ്മ ഇങ്ങ് വാ അമ്മേ. കയ്യിൽ നിന്ന് വിട്ടിട്ട് കാര്യം എന്നാന്ന് വെച്ചാൽ പറയടാ, പറഞ്ഞ് തുലക്കടാന്ന് പറയുമ്പം അന്ന് എനിക്ക് ഒരു ലെറ്റർ കിട്ടിയ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു, അതുകൊണ്ടാണല്ലോ കളർ ഷർട്ട് ഇട്ട് നടക്കുന്നത്. അയ്യോ ഇന്ന് എനിക്ക് വേറൊരു ലെറ്റർ കൊടുത്തു വിട്ടിരിക്കുകയാണ് അമ്മേ. ആരാ ഇതൊക്കെ കൊടുത്തു വിടുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല അമ്മേ, ഞാനാകെ നടുങ്ങിയിരിക്കുക അമ്മേ, അമ്മ ഇതൊന്ന് വായിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ കൊടുത്തു. അമ്മ അത് വായിച്ചു. അമ്മയ്ക്ക് അറ്റാക്ക് വരുമെന്ന് കേട്ടപ്പോഴത്തേനും അമ്മയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ അങ്ങ് പോയി. അയ്യോ കളയല്ലേ അമ്മേ, ബാക്കിയും കൂടെ വായിക്കമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ കൊണ്ട് മോൻ വായിപ്പിക്കുക. അങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞപ്പം നിന്റെ സഹോദരൻ കൊലയാളിയാകും, നീ ആത്മഹത്യ ചെയ്യും. അയ്യോ എന്താണ് ഇതൊക്കെ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അമ്മ ഞാൻ ആകെ പേടിച്ച് വിറച്ച് ഇവിടെ നിൽക്കുക അമ്മേ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അമ്മേ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, കണ്ടില്ലേ അമ്മേ, ഞാൻ മരിച്ചു പോവും അമ്മേ. അയ്യോ അപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് എഴുതിയിട്ടുണ്ടടാ, ഞാൻ മരിക്കുന്നത് നിനക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ എന്ന് അമ്മ മോനോട് ചോദിക്കും. അപ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് പിന്നെ ഒന്നുമില്ലെങ്കിലും കുറച്ച് പ്രായമെങ്കിലും ആയില്ലേ, ഞാൻ അങ്ങനെയാണോ അമ്മേന്ന് സുധി അന്നേരം അമ്മയോട് ചോദിക്കണം. അമ്മേ ഞാനൊരു യുവാവല്ലേ അമ്മേ, ജീവിച്ചു കൊതി പോലും തീർന്നിട്ടില്ല അമ്മേ എനിക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ എഴുതിയെന്ന് കരുതി അതുപോലെയൊക്കെ സംഭവിക്കണമെന്നുണ്ടോടാ? അതുപോലെ സംഭവിച്ചാൽ എന്ത് ചെയ്യും അമ്മേ? അപ്പോഴേക്കും അമ്മയ്ക്ക് ഇതേ പേടി. ഈശ്വരാന്ന് പറഞ്ഞ അമ്മയെ നിൽക്കുക. അമ്മേ ഒരു രാത്രി കൂരാക്കൂരിരുട്ട്, എങ്ങും നിശബ്ദത, നോക്ക് എവിടെ നിന്നൊക്കെയോ പട്ടികളുടെ ഓലിയിടലെന്ന് പറഞ്ഞ് ഓലിയൊക്കെ ഇട്ട് കേൾപ്പിക്കുക. അമ്മേ കുറുക്കന്മാർ ഓലി ഇടുന്നെന്ന് പറഞ്ഞ് കുറുക്കന്മാരുടെ ഓലി ഇടുന്ന ശബ്ദവും ശ്രുതി കേൾപ്പിക്കുക. അമ്മേ നമ്മളെല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. ആ ഭീകര രാത്രി നമ്മുടെ വീട്ടിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ, ഒരു കള്ളൻ കയറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് പേടിയായി. ചന്ദ്ര 4 പാടും നോക്കും കേട്ടോ, കള്ളൻ കയറുന്നതൊക്കെ ഇപ്പോൾ അഭിനയിച്ച് കാണിക്കാം. പാവം എൻ്റെ അച്ഛനെ ആ കള്ളൻ പിടികൂടി, കള്ളൻ ഒരു കത്തി ഊരിയെടുത്ത് എൻ്റെ അച്ഛനെ കുത്തി അമ്മയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ചഞ്ചത്ത് കൈവയ്ക്കാം. പാവം എൻ്റെ അച്ഛൻ്റെ കുടൽമാല പുറത്തുനിന്ന് അച്ഛൻ മരിച്ചമ്മേ. ഇത് കണ്ട അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന അമ്മയും മരിച്ചു. അയ്യോ അമ്മേ ഈ സങ്കടത്തിൽ ഞാൻ തൂങ്ങി മരിച്ചമ്മേ. അങ്ങനെ ഞാൻ ആ കള്ളനെ കുത്തിക്കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തമ്മേ എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. അമ്മേ ആ ഒരു ഇതെല്ലാം കണ്ട് ശ്രുതി പുറത്തേക്ക് വരുന്നു. ഓടി വരുന്നതിനിടയിൽ സ്റ്റെയർ കേസിൽ കാല് തട്ടി തലയിടിച്ച് അവൾ താഴെ വീണു. കഥയൊക്കെ നല്ല പേഷായിട്ട് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കഥയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുക. തല പൊട്ടി തലയിൽ നിന്ന് ചോര വാർന്ന് വീണ് എൻ്റെ ശ്രുതി മരിക്കുന്നു. ശ്രുതി മരിച്ച വിഷമം താങ്ങാനാകാതെ ഞാൻ എങ്ങനെയാ അമ്മേ, എനിക്ക് വയ്യമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില. ഇങ്ങനെയൊക്കെ സംഭവിക്കാനാണ് അമ്മേ സാധ്യത അല്ല അമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൊടുത്ത് ചെവിക്കല്ല് തീർത്ത ഒരൊറ്റയാണ് അമ്മ മോൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു വിളി. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അമ്മ കുറേ തല്ലി ശ്രുതിയെ അതിനോട്. അമ്മേ ഞാൻ പറഞ്ഞത് കേൾക്കാനാ തലല്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പ്രതിരോധിച്ചിങ്ങനെ നിൽക്കുന്നു. അമ്മ കാളുമ്പോൾ ആദ്യം പറഞ്ഞു വിട്ട് മോനെ തല്ലിച്ചതയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.